Dear one, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 7th ചാപ്റ്ററായ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓക്കെ, എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. അതിനു മുന്നേ സ്റ്റേറ്റ്മെന്റ് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന കാര്യം നമ്മൾ മുൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, വൺസ് അഗൈൻ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ്സ് ആർ സ്മാളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റേറ്റ്മെന്റ്സ്. വൺസ് അഗൈൻ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എക്സിക്യൂട്ടബിൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്നതാണെന്ത്? സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു ആൾട്ടർ ദി നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കോഡിന് നോർമലായിട്ട് ഒരു ഫ്ലോ ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് എന്ന ഫ്ലോ ആണ് വരുന്നത് എല്ലായ്പ്പോഴും നോർമലായിട്ട്. ഈ ഫ്ലോ നമുക്ക് എന്ത് ചെയ്യണം? ആൾട്ടർ ചെയ്യണം, മാറ്റം വരുത്തേണ്ടി വരും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഈ ഫ്ലോനെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. അതായത് പ്രോഗ്രാം എല്ലായ്പ്പോഴും മുകളിൽ നിന്ന് താഴേക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, 1 by 1 ആയിട്ട്. ആ ഒരു ഫ്ലോ നമുക്ക് എന്ത് ചെയ്യണം? ആൾട്ടർ ചെയ്യണം. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആർക്കുള്ളത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്ലി ഇവാലുവേറ്റ് എ കണ്ടീഷൻ യൂസിങ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇതിനകത്ത് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത് ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ കണ്ടീഷനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. എന്ത് കിട്ടാം? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന റിസൾട്ട് കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഫാൾസ് എന്ന ബ്രാഞ്ച് വിൽ ബി എക്സിക്യൂട്ടഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫാൾസ് എന്ന ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, വൺസ് അഗെയിൻ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻ എന്ത് യൂസ് ചെയ്തിട്ടായിരിക്കും? റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടോ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻ ആദ്യം എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് എന്തായിരിക്കാം? ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫാൾസ് എന്ന ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഡിസിഷൻ മേക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാ? ഈഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അല്ല വീണ്ടും നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഈഫ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types. ഏതൊക്കെയാ? സിമ്പിൾ ഈഫ്, ഈഫ് എൽസ്, നെസ്റ്റഡ് ഈഫ് അല്ലെങ്കിൽ ഈഫ് എൽസ് ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റുകളായിട്ട് വീണ്ടും ഈഫിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ഈഫ് ആണ് ഫസ്റ്റ് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താന്ന് നോക്കാം. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്. The if statement is used to select a set of statements for execution based on a condition. Okay, ഒരു കണ്ടീഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്ന? സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ല സിന്റാക്സ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സിമ്പിൾ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് നോക്കാം. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, നെക്സ്റ്റ് നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. നെക്സ്റ്റ് നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്ന അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നത്?
സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് പറയുന്നത്. ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്രേക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് if സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. if കണ്ടീഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കൊടുക്കുക, then നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് if സിമ്പിൾ ifന്റെ സിന്റാക്സ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു സിമ്പിൾ if യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡിമാൻഡ്സ്. ദി കണ്ടീഷൻ വിൽ ബി എൻക്ലോസ്ഡ് ഇൻ പാരന്തസിസ്. കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ തീർച്ചയായിട്ടും നമുക്ക് എന്തിനകത്ത് കൊടുക്കണം, ഈ പാരന്തസിസ് എന്ന ടൈപ്പ് ബ്രാക്കറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഡിമാൻഡ്. ഓക്കെ, സെക്കൻഡ് ഡിമാൻഡ്, ദി കണ്ടീഷൻ മേ ബി ഇൻ ദി ഫോം ഓഫ് റിലേഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ എന്തായിരിക്കണം, ഒരു റിലേഷൻ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനോ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദി സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മേ ബി സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താവാം, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആകാം അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ആകാം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ, ആ സ്റ്റേറ്റ്മെന്റ് സിംഗിൾ ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് കേളി ബ്രാക്കറ്റ്സ്. ഓക്കെ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് നിർബന്ധമില്ല, ഈ കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ആവശ്യമില്ല എന്നാണ് പറയുന്നത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ. ഓക്കെ, അതേസമയം അതർവൈസ് മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ കേളി ബ്രാക്കറ്റ്സ്. അതേസമയം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ. സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്താ ആവശ്യമില്ല, ഈ ബ്രാക്കറ്റ് ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി അതല്ല, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കുകളുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, എന്താ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്, അതിന് റോംബസ് എന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യും, കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ റോംബസ് എന്ന സിമ്പിളിന് 2 ഔട്ട്പുട്ടും ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു എൻട്രി ആൻഡ് 2 എക്സിറ്റ്സ്, ട്രൂ എന്ന എക്സിറ്റ്സും ഫാൾസ് എന്ന എക്സിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും, ബോഡി ഓഫ് ഈഫിന്റെ ബോഡിയിലേക്ക് പോകും. ഓക്കെ, ഇനി ഫാൾസ് ആണെങ്കിലോ, നമ്മളിവിടെ ഫാൾസിനെ കുറിച്ച് പറയുന്നില്ല, സിമ്പിൾ ഈഫ് മാത്രമാണ്. അല്ലെങ്കിൽ എന്ന കേസ് വരുന്നില്ല. സിമ്പിൾ ഈഫിൽ എന്തില്ല, അല്ലെങ്കിൽ എന്ന കേസില്ല, ആണെങ്കിൽ എന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന ബ്രാഞ്ച് പോകും. ഓക്കെ, അവിടെ ട്രൂ എന്ന ബ്രാഞ്ച് മാത്രമേ വരുന്നുള്ളൂ, എന്തുണ്ടാവില്ല, ഫാൾസ് എന്ന ബ്രാഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതിന്റെ ഫ്ലോ ചാർട്ടിലെ കാര്യങ്ങൾ. ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് വെദർ ദി സ്റ്റുഡന്റ് ഈസ് പാസ്ഡ്. ഒരു കുട്ടിയുടെ മാർക്കിനനുസരിച്ച് ആ കുട്ടി പാസ്സായോ എന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പാസ്സായോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി, എന്താവശ്യമില്ല, ഫെയിൽ ആയോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ഈഫ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ നമുക്കറിയാം, ആഷ് ഇൻക്ലൂഡ് IO stream, the next using name space std, then int main. ഓക്കെ, അതിനകത്ത് നമ്മൾ പറയുന്ന ഇന്റ് സ്കോർ, കുട്ടിയുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻറ്റിജർ ടൈപ്പിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു മെസ്സേജ് പറയുന്ന Cout എൻ്റർ യുവർ മാർക്ക് എന്നൊരു മെസ്സേജ് പറയുന്ന. ഓക്കെ, ദെൻ സീൻ വഴി സ്കോറിലേക്ക്, സ്കോർ എന്ന വാരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ സ്കോറിനെ ചെക്ക് ചെയ്യുന്നു. എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്കോർ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ, പാസ്സായെന്ന് പറഞ്ഞാൽ മതി. ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ Cout പാസ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിട്ടേൺ 0, ദെൻ മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ്.
ഓക്കെ, ഇവിടെ നമ്മൾ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു, കേളി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. നീ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ പ്രോഗ്രാം എങ്ങനെ വരുന്നത്, സ്കോർ എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒരു മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, സീൻ വഴി സ്കോറിലേക്ക് മാർക്ക് സ്റ്റോർ ചെയ്തു. ആ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. എങ്ങനെ കമ്പയർ ചെയ്ത്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഓക്കെ, സ്കോറിലേക്ക് നമുക്ക് കൊടുക്കുന്ന വാല്യൂ 18 മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നത്, പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അത്രയും കഴിഞ്ഞാൽ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മുകളിൽ ഇഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ വരുന്നത്, ഇഫ് ആണെങ്കിൽ എൽസ് അല്ലെങ്കിൽ എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. എന്താണ് സിന്റാക്സ്? സിന്റാക്സ് പറയുന്നത് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ദെൻ കണ്ടീഷൻ ഓർ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കൊടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഓക്കെ, ദെൻ ട്രൂ എന്ന ബ്ലോക്കാണ് അത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എൽസ്. അടുത്ത ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2ന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ഔട്ട് ചെയ്യുന്നത്. വൺസ് അഗൈൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ കൊടുത്ത് കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഫാൾസ് ആവാം. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ട്രൂ ആണെങ്കിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇന്നത്തായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടെ വർക്ക് ചെയ്യണം, എൽസിനകത്ത് വർക്ക് ചെയ്യണം. എൽസിന്റെ ഏരിയ ആണ് എന്ത്, ഈ ഏരിയ. ഓക്കെ, അപ്പോൾ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 വർക്ക് ഔട്ട് ചെയ്യും. അതാണ് എന്തിന്റെ സിന്റാക്സ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് പറഞ്ഞു. ഓക്കെ, എന്റെ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ കൊടുക്കുന്നു. ഓക്കെ, കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ എന്തുണ്ടായിരിക്കാം, ട്രൂ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താവാം, ഫാൾസ് ഉണ്ടാകാം. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, എന്നിട്ട് എന്ത് വർക്ക് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൊണ്ടുപോകും. ഇനി അതല്ല ഫാൾസ് ആണെങ്കിൽ, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എന്ന ബ്രാഞ്ചിലേക്ക് പോയിട്ട് എന്ത് വർക്ക് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യും, സ്റ്റോപ്പിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന ബ്രാഞ്ചിലേക്കും, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എന്ന ബ്രാഞ്ചിലേക്കും മൂവ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് വെദർ ദി സ്റ്റുഡന്റ് ഈസ് പാസ്ഡ് ഓർ നോട്ട്. മുകളിലെ എക്സാമ്പിൾ നമ്മൾ കുട്ടി പാസ്സായോ മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, കുട്ടി പാസ്സായോ അല്ലെങ്കിൽ ഫെയിൽ ആയോ എന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും നോക്കാം. പ്രോഗ്രാം നമുക്കറിയാം. ഓക്കെ, ആഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഇൻറ്റ് സ്കോർ. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ cout enter your മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ദെൻ സീൻ വഴി സ്കോറിലേക്ക് മാർക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇഫ് വെച്ച് ചെക്ക് ചെയ്യുന്നു. ഇഫ് സ്കോർ ഗ്രെയ്റ്റർ ഓർ ഈക്വൽ ടു 18 ആണോ, ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിനകത്ത് പാസ്സായി എന്ന് പറയണം. അപ്പോൾ cout പാസ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ,
ആ ബ്ലോക്ക് തീർന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് തീർന്നു. ഇനി അല്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തു? എൽസ് യൂസ് ചെയ്തു. എൽസ് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഏരിയ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു. അതിനകത്ത് എന്താ വേണ്ടത്? സി ഔട്ട് എന്ത് പറയണം? പാസ്സായില്ല എന്ന് പറയണം. ഓക്കെ, അതായത് ഫെയിൽ എന്ന് പറയണം. സി ഔട്ട് നമ്മളെന്ത് പറഞ്ഞു? ഫെയിൽഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ആ ബ്ലോക്ക് ക്ലോസ് ചെയ്തു. ഓക്കെ, അതോടുകൂടി എക്സിക്യൂഷൻ തീർന്നിട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ 0 പറഞ്ഞു. റിട്ടേൺ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? മെയിൻ്റെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി വർക്ക് ചെയ്ത് നോക്കാം. സ്കോർ എന്ന വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻഡിജർ ടൈപ്പിൽ എൻ്റർ യുവർ മാർക്ക്, നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ മാർക്ക് എവിടെ സ്റ്റോർ ചെയ്യും? സ്കോർ എന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി സ്കോറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യും. ആരുമായി ചെക്ക് ചെയ്യുന്നത്? 80 എന്ന മാർക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ കിട്ടാം, ഫാൾസ് കിട്ടാം. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് വർക്ക് ഔട്ട് ചെയ്യും. അതായത് സി ഔട്ട് പാസ്ഡ് എന്ന് പറയും. ഓക്കെ, ഇനി കണ്ടീഷൻ ഫെയിലായി. ഈ കണ്ടീഷൻ ഫെയിലാകുമ്പോൾ ഇത് വർക്ക് ചെയ്യും? എൽസ് അല്ലെങ്കിൽ എന്ന ബ്ലോക്ക് വർക്ക് ചെയ്യും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഔട്ട് ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ. ഇനി അതുപോലെ മറ്റൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. ടു ചെക്ക് ദി വെദർ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. കൊടുക്കുന്ന ഒരു നമ്പർ ഈവൺ ആണോ ഓഡാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ പ്രോഗ്രാംസ് ചെയ്തു. മെയിനകത്ത് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റ് നം എന്നൊരു വാരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് പറയുന്നു. സി ഔട്ട് എൻ്റർ എ നമ്പർ എന്ന് പറയുന്നു. നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. ദെൻ സീൻ വഴി നമ്മിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഈ നമ്മിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇഫ് നം. ഓക്കെ, നം എന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മോഡ് ചെയ്തു. എന്നിട്ട് ഈക്വൽ ടു 0 ആണോ നോക്കാം. ഓക്കെ, ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? സി ഔട്ട് എന്ത് പറഞ്ഞു? ഈസ് ഈവൻ നമ്പർ. ഓക്കെ, എൽസ് അല്ലെങ്കിൽ എന്തായിരിക്കും? വീണ്ടും സി ഔട്ട് എന്ത് പറഞ്ഞു? ഈസ് ഓഡ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിട്ടേൺ 0. ദെൻ നമ്മുടെ ഇൻറ്റ് മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസിങ്. ഓക്കെ, വൺസ് അഗൈൻ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നം എന്ന വാരിയബിൾ ഇൻറ്റിജർ ടൈപ്പിൽ. ഒരു മെസ്സേജ് പറഞ്ഞു എൻ്റർ ചെയ്യാൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ നമ്പർ എവിടെ സ്റ്റോർ ചെയ്യപ്പെടും? നമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നമ്മിനെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മോഡ് ചെയ്യാം. ഓക്കെ, മോഡ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോഡ് ഓപ്പറേറ്റർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മിനെ 2 കൊണ്ട് മോഡ് ചെയ്യും. ഓക്കെ, മോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണെന്ന് നോക്കുന്നത്? 0 ആണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ 2നെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറിന് 2 കൊണ്ട് മോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഈസ് എ ഈവൺ നമ്പർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് ഡിഫാണ്. എന്താണ് നെസ്റ്റഡ് ഇഫ്? വെരി സിമ്പിൾ. An if statement placed in another if statement is called nested statement. Nested if statement. അതായത് ഒരു if statement മറ്റൊരു if statement അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? നെസ്റ്റഡ് if statement ആയിട്ട്. ഓക്കെ, ഈഫിനകത്ത് if വന്നു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് എന്ത്? നെസ്റ്റഡ് if എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സിൻടാക്സ് നോക്കാം.
ഇഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കൊടുക്കുന്നത്, ടെക്സ്റ്റ് എക്സ്പ്രഷന് കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ 1 ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നു. ഓക്കെ, ഈ കണ്ടീഷൻ കൊടുത്ത് ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഫ് യൂസ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ 2 രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, കൊടുത്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ എൽസ്, തൊട്ട് മുകളിൽ പറഞ്ഞ ഇഫിന്റെ എൽസ് ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നു. ഓക്കെ, അപ്പം മുകളിലെ ഇഫിന്റെ ട്രൂ തീർന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും മുകളിലൊരു ഇഫ് ഉണ്ട്, അതിന്റെ എൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. എൽസ് ഓക്കെ, ആ എൽസിന് എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു, ബോഡി ഓഫ് എൽസ്. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വൺസ് അഗെയിൻ ആദ്യം ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് കണ്ടീഷൻ 1. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്ര ഏരിയ വർക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇത്ര ഏരിയ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് ഏരിയ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ 2 കൊടുത്തു. കണ്ടീഷൻ 2 കൊടുത്തു കഴിഞ്ഞാൽ ആ ഈഫിന് എന്തുണ്ടായിരിക്കും, ട്രൂ എന്ന ബ്രാഞ്ച് ഉണ്ടാവും ആൻഡ് ഫാൾസ് എന്ന ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിതിനെ മാർക്ക് ചെയ്ത് നോക്കാം. ഇത്ര ഏരിയ ട്രൂ എന്നതിൻ്റെ ഏരിയ. ഓക്കെ, ഇനി ഈ ഒരു ഈഫ് കണ്ടീഷന് എന്തുണ്ട്, ട്രൂ ബ്രാഞ്ച് ഉണ്ട്. ആ ട്രൂ ബ്രാഞ്ചാണ് ഇത്. അതിൻ്റെ ഫാൾസ് ബ്രാഞ്ചാണ് ഇത്ര ഏരിയ. ഓക്കെ, അപ്പോൾ ട്രൂ ഏരിയ, ഈ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂ ഏരിയ എത്ര ഏരിയ വരും, അതിന് സബ് വീണ്ടും ഈഫ് കൊടുത്തു. ആ ഈഫിന് ട്രൂ ഏരിയ ആൻഡ് ആ ഈഫിന്റെ ഫാൾസ് ഏരിയ. ഓക്കെ, അതുപോലെ മുകളിലെ കണ്ടീഷന് ഫാൾസ് ഉണ്ടായിരിക്കും, അതായത് എൽസ്. ആ ഏരിയയാണ് ഇത്ര ഏരിയ. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് എമൗണ്ട് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൽ നിന്ന് വലുത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തും. അതിനുള്ള പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബിഗ്ഗസ്റ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റ് x, y, z അങ്ങനെ 3 വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മെസ്സേജ് പറഞ്ഞു, cout enter 3 numbers. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, in x, in y, in z. ഓക്കെ, കാസ്കേഡിംഗ് ഓപ്പറേറ്റർ വഴി 3 വാരിയബിളിലേക്ക് 3 വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇഫ് x ഗ്രേറ്റർ ദാൻ y, എക്സിനും y നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്തുകൂടെ ചെക്ക് ചെയ്യുന്നത്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ,
അവിടെ കണ്ടീഷൻ ട്രൂ ഉണ്ടാവാം, ഫാൾസ് ഉണ്ടാവാം. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സി ഔട്ട് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ഈസ് ഗ്രേറ്റർ പറയുന്നു. എക്സ് ഈസ് ഗ്രേറ്റർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അതിന് എൽസ് ഉണ്ടായിരിക്കും. എൽസ് തീർച്ചയായിട്ടും ഔട്ട്പുട്ട് വേണം. അപ്പൊ സി ഔട്ട് എന്തായിരിക്കും, സെഡ് ഈസ് ഗ്രേറ്റർ എന്ന് പറയും. ഓക്കെ, അതോടുകൂടി മുകളിലെ ഈഫിന്റെ ട്രൂ ഏരിയ തീർന്നു. ഓക്കെ, ഇനി അതിന്റെ എൽസ് ആ എൽസ് വെച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നത്, ഇഫ് y ഗ്രേറ്റർ ദാൻ സെഡ് എന്ന് ചെക്ക് ചെയ്യുന്നു. വൈനെ സെഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, ട്രൂ ഉണ്ടാവും. ആ ട്രൂവിന്റെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, y ഈസ് ഗ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തുണ്ടായിരിക്കും, എൽസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എൽസ് എന്ന ബ്രാഞ്ചിൽ എന്തുണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പൊ സി ഔട്ട് എന്തായിരിക്കും, സെഡ് ഈസ് ഗ്രേറ്റർ പറയുന്നു, ഈസ് ഗ്രേറ്റർ എന്ന് പറയും. ഓക്കെ, അതോടുകൂടി ആ ഫാൾസ് ബ്രാഞ്ച് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നു, റിട്ടേൺ 0 എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, എങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കാം, എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ 3 വാരിയബിൾസ് എക്സ് വൈ സെഡ് എൻ്റെ 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്ന എക്സിലേക്ക് വൈയിലേക്ക് സെഡിലേക്ക് 3 വാല്യൂസ് എൻ്റർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എക്സിനെയും വൈനെയും കമ്പയർ ചെയ്യും. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ട്രൂ ഉണ്ടാവും, ഫാൾസ് ഉണ്ടായിരിക്കും. എക്സും വൈയും കമ്പയർ ചെയ്ത് ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന ബ്രാഞ്ച് വാക്ക് ചെയ്യുന്നു, ഇത്ര ഏരിയ വാക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ബ്രാഞ്ചിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, എക്സിനെ സെഡിനെ വെച്ച് കമ്പയർ ചെയ്തു. അവിടെ കമ്പയർ ചെയ്ത് വീണ്ടും അവിടെ ട്രൂ ഉണ്ടായിരിക്കും, ഫാൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്രാഞ്ച് വാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് വാക്ക് ചെയ്യും. ഓക്കെ, അതോടുകൂടി ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ബ്രാഞ്ച് തീർന്നു, ഏരിയ തീർന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് അല്ലെങ്കിൽ എന്ന ഏരിയ, ഫാൾസ് ഏരിയ. ആ ഫാൾസ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, വൈനെയും സെഡിനെയും കമ്പയർ ചെയ്തു. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ എന്തുണ്ടായിരിക്കും, ട്രൂ ഉണ്ടായിരിക്കും, ഫാൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്രാഞ്ച് വാക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് വാക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും ഏരിയ ഏതിൻ്റെയാണ്, ഏറ്റവും മുകളിൽ പറഞ്ഞ ഈഫിന്റെ എൽസ് ആണ്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് പറയുന്നത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ദി എൽസ് ഈഫ് ലാഡർ ആണ്. അതായത് നെസ്റ്റഡ് ഈഫ് പോലെ വർക്ക് ചെയ്യുന്ന മറ്റൊരു കണ്ടിന്യൂസ് ഈഫ് സ്റ്റേറ്റ്മെന്റിനെ പറയുന്നതാണ് എൽസ് ഈഫ് ലാഡർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിലൂടെ അത് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ടു ഫൈൻഡ് ദി ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ് ഫോർ എ ഗിവൺ സ്കോർ. ഓക്കെ, താഴത്ത് തന്നിരിക്കുന്ന സ്കോറിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രേഡ് കണ്ടെത്തണം. അതായത് 80യോ 80ക്ക് മുകളിലാണെങ്കിൽ എ ഗ്രേഡ്, 60ക്കും 79നും ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ്, 40ക്കും 59നും ഇടയിൽ സി ഗ്രേഡ്, 30 to 39 ആണെങ്കിൽ ഡി ഗ്രേഡ്. ഓക്കെ, ഇനി 30ക്ക് താഴെയാണെങ്കിൽ ഇ ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈഫ് എൽസ് ലാഡർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് വരുന്നത് നോക്കാം. വേരിയബിൾ ഉണ്ടാക്കി, ഇൻറ്റ് സ്കോർ എന്ന വേരിയബിൾ ഉണ്ടാക്കി, സി ഔട്ട് എൻറ്റർ യുവർ മാർക്ക് എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. സീൻ വഴി സ്കോറിലേക്ക് മാർക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ സ്കോറിനെ ചെക്ക് ചെയ്യാം.
എങ്ങനെ ചെക്ക് ചെയ്യുന്ന? ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ നമ്മളെന്താ പറയുന്നത്? സി ഔട്ട് എ ഗ്രേഡ് എന്ന് പറയും. ഓക്കെ, വീണ്ടും നമ്മൾ പറയുന്ന എൽസ് ഇഫ് അതും അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനകത്ത് പറയാം സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി ഔട്ട് ബി ഗ്രേഡ്. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞു എൽസ് ഇഫ് അതുമല്ലെങ്കിൽ വീണ്ടും നമ്മൾ സ്കോറിന് കമ്പയർ ചെയ്തു. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണെങ്കിൽ 40 ആണെങ്കിൽ മോഡൽ ടേബിൾ പ്രകാരം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി ഔട്ട് 40 ആണെങ്കിൽ എന്തായിരിക്കും? സി ഔട്ട് സി ഗ്രേഡ്. സി ഗ്രേഡ്. ഓക്കെ, വീണ്ടും നമ്മൾ കമ്പയർ ചെയ്തു 30ക്ക് മുകളിലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി ഔട്ട് ഡി ഗ്രേഡ്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല. അപ്പം എന്തായിരിക്കും? എൽസ് പറഞ്ഞു. എൽസ് എന്തായിരിക്കും? സി ഔട്ട് ഇ ഗ്രേഡ്. ലാസ്റ്റ് നമ്മൾ റിട്ടേൺ 0. നെക്സ്റ്റ് മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, ഇതോടുകൂടി ഇഫ് എൽസ് ഇഫ് ലാൻഡർ തീർന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കോർ എൻ്റർ ചെയ്തു. സ്കോർ എന്ന വാല്യൂ 80യോ 80ക്ക് മുകളിലാണെങ്കിൽ എ ഗ്രേഡ്. അതുമല്ലെങ്കിൽ സ്കോർ 60യോ 60ക്ക് മുകളിലാണെങ്കിൽ ബി ഗ്രേഡ്. അതുമല്ലെങ്കിൽ സ്കോർ 40യോ 40ക്ക് മുകളിലാണെങ്കിൽ സി ഗ്രേഡ്. അതുമല്ലെങ്കിൽ സ്കോർ 30യോ 30ക്ക് മുകളിലാണെങ്കിൽ ഡി ഗ്രേഡ്. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ എൽസ് എന്തായിരിക്കും? ഇ ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്.